Anyway, let's move forward. Secretary. എല്ലാവർക്കും കേരള കോളേജ് ഹൃദ്യമായ ഓണാശംസകൾ. അറിയാം, ഒരുപാട് വൈവിധ്യങ്ങളാർന്ന പ്രോഗ്രാമുകളാണ് എല്ലാ വർഷവും കേരളം മാണിച്ചൊരുക്കാറുള്ളത്. ഇത്തവണയും ഒട്ടും മോശമല്ലാതെ വളരെ ആക്റ്റീവായിട്ടുള്ള റാം ഷോ ആണ് നമ്മൾ ആദ്യം കാഴ്ചവെച്ചത്. അതിൻ്റെ ഫൈനൽ റൗണ്ടിലായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അധികം സമയം കളയാതെ തന്നെ മറ്റു കലാപരിപാടികളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. ഏകദേശം 28 വർഷം SKSOSയുടെ 28ാമത്തെ ഓണമാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിച്ചത്. ഈ കമ്മിറ്റിയെ സംബന്ധിച്ചോളം 3ാമത്തേതുമാണ്. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ കാലഘട്ടങ്ങളിലും പുലർത്തിയ പോലെ തന്നെ വ്യത്യസ്തങ്ങളൊക്കെ പുലർത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിന്ന എല്ലാവരെയും ഹാർദവമായിട്ട് ഈ സദസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എൻ്റെ കൂടെയുള്ള എല്ലാ കമ്മിറ്റി പ്രവർത്തകരെയും അതുപോലെ തന്നെ വിശിഷ്ടാതിഥിയായിട്ടുള്ള രണ്ടുപേരെയും ഹാർദവമായി സ്വാഗതത്തിനോട് ഞാൻ സംഘടിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. കേരള ഓർമ്മയുടെ പ്രസിഡന്റായി ഉത്തരവാദിത്തം ഏറ്റെടുത്തതിനു ശേഷം നടത്തുന്ന 3ാമത്തെ ഓണവും ആണ്. ഈ പ്രസിഡന്റ് കാലാവധിയിലെ അവസാനത്തെ ഓണവുമാണ്. കാരണം ഈ ഓണം കഴിയുന്നതോട് കൂടിയിട്ട് ഇപ്പോഴത്തെ കമ്മിറ്റി ഞങ്ങൾ പടിയിറങ്ങുകയാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ നിങ്ങൾ നൽകിയ വലിയ സഹകരണം, അതിന് ഒരുപാട് നന്ദിയുണ്ട്. ഒപ്പം തന്നെ കേരള ഓർമ്മയിലെ ഈ ഒരു എനർജി തിരിച്ചു കൊണ്ടുവരുവാനും, നമുക്കറിയാം ഇന്ന് ഉച്ച സമയത്തെല്ലാം ഈ ഹാളിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്ത അത്രയും ആളുകളായിരുന്നു. അതിൽ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ സ്നേഹം, അതിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു അധ്യക്ഷ പ്രസംഗത്തിന് ഇവിടെ വലിയ സ്ഥാനമില്ല. എങ്കിലും ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അതും ഇക്കൊല്ലത്തും നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും നന്ദി. ഒപ്പം തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ 2 വിശിഷ്ടാതിഥികൾ, അവർക്ക് 2 പേർക്കും വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ മൈക്ക് കൈമാറുന്നു. ഇപ്പോൾ കൈലാഷ് അനുരാഗ വിലോചനായി മുന്നോട്ട് കയറുകയും. എല്ലാവർക്കും നമസ്കാരം. കേരളത്തിൽ ഏതാണ്ടൊരു 300-ന് മുകളിൽ ക്യാമ്പസുകളിൽ ഞാൻ ഗസ്റ്റായിട്ട് പോയിട്ടുണ്ട്. സിനിമയിൽ അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കാനൊക്കെയുള്ള ആഗ്രഹത്തിൻ്റെ പുറകെ നടക്കുമ്പോൾ സിനിമയിൽ അഭിനയിച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും എന്ന് എനിക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അതിലൊന്ന്, സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം ഒരു സിനിമാ നടനായി ഒരു സാഹചര്യം വന്നാൽ ഞാൻ കേരളത്തിൽ പോകണം എന്ന് വിചാരിച്ചിരുന്ന ഒരു 6-7 ക്യാമ്പസ് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും 1 അല്ല 2, മാക്സിമം 3 ക്യാമ്പസുകളാണ് ഇനി അമ്മാര് പഠിക്കുന്ന ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇനി ഉഴപ്പിയാലും അത്രേ പോകാൻ പറ്റുള്ളൂ. പിന്നെ ഒരു പക്ഷേ നമ്മൾ പിന്നെ ക്യാമ്പസിലേക്ക് പോകുന്നത് ഒരു പക്ഷേ നമ്മുടെ താഴെ ഒരു മക്കളോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊക്കെയാണ് തിരിച്ചൊരു ക്യാമ്പസുകൾക്കുള്ളിൽ പോകാൻ കഴിയുള്ളൂ. അതിൽ പലപ്പോഴും ഞങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങൾ നടത്തുന്ന ആൾക്കാർക്ക് പലപ്പോഴും വീണ്ടും ക്യാമ്പസുകളിൽ ക്ഷണിതാവായി ചെല്ലാൻ, പ്രിൻസിപ്പലിനെ കാണാൻ അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ സാഹചര്യങ്ങളിലും ഇടപെടാനുള്ള സാഹചര്യം ഉണ്ടോ. അപ്പോൾ വീണ്ടും എൻ്റെ ചെക്ക് ലിസ്റ്റിൽ സിനിമയിൽ അഭിനയിച്ചതിന് ശേഷം എനിക്ക് പോകണം, എനിക്ക് വിസിറ്റ് ചെയ്യണം ആഗ്രഹമുണ്ടായിരുന്ന എൻ്റെ ചെക്ക് ലിസ്റ്റിലെ 7 ക്യാമ്പസുകളിൽ ഒന്ന് തീർച്ചയായിട്ടും കേരള ഓർമ്മയാണ്. കാരണം ഞാനൊരു സെൻട്രൽ ട്രാവൻകൂറിലുള്ള ഒരാളാണ്. എൻ്റെ വീട് തിരുവല്ലയ്ക്കടുത്താണ്. അപ്പം ഞാൻ പറഞ്ഞു മാത്രം കേട്ടിട്ടുള്ള കുറച്ച് ക്യാമ്പസുകളുണ്ട്. തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജ്, അതുപോലെ ആലപ്പുഴ ST കോളേജ്, കൊച്ചിയിലെ മഹാരാജാസും സെൻറ്റ് തെരേസസും അങ്ങനത്തേക്കുള്ള ചില കോളേജുകൾ, അതുപോലെ തൃശ്ശൂർ കേരള ഓർമ്മ ഉൾപ്പെടെ, അതിൻ്റെ പിന്നെ കാലിക്കറ്റ് ഉൾപ്പെടെ നമ്മുടെ കണ്ണൂർ, അതുപോലെ കാസർഗോഡ്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ലിസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന, ഞാൻ ജീവിതത്തിൽ ഇവിടെ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ടുള്ള ആരെയും അന്നവരെ കണ്ടിട്ടില്ലായിരുന്നു എന്നുള്ളതും സത്യമാണ്. കാരണം അത് എവിടെയൊക്കെയോ ഞാൻ വായിച്ചറിഞ്ഞ, എവിടെയൊക്കെയോ വരികളിലൂടെയും വാക്കുകളിലൂടെയും സിനിമകളിലൂടെയും ഒക്കെ ഞാൻ പറഞ്ഞു കേട്ട ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ കേരള ഓർമ്മയെ ആദ്യം പറയുന്നത്. അതിനുശേഷം ഞാൻ സിനിമയിൽ വന്നു കഴിഞ്ഞ് ഒരു 2 വർഷത്തിനുള്ളിൽ എനിക്ക് നിങ്ങളുടെ ആ കോളേജിൽ ക്ഷണിതാവായി ആർട്സ് ഡേ ഇനോഗ്രേഷന് പോകാൻ കഴിഞ്ഞു. അപ്പോൾ അന്ന് ഞാനവിടെ ചെല്ലുമ്പോഴും ഏറ്റവും, കാരണം നമുക്ക് ഈ പരിപാടികൾക്ക് ക്ഷണിക്കുന്നതിനപ്പുറത്തേക്ക് നമുക്കും കൂടെ ഒരു സന്തോഷം ചിലപ്പോൾ എക്സ്ട്രാ ഉണ്ടാവും ആ സ്ഥലത്തേക്ക് പോകാൻ. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിട്ട് പോയത് എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്. അതിനുശേഷം തീർച്ചയായിട്ടും രാധാകൃഷ്ണനെ ഞാൻ പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്കറിയില്ലായിരുന്നു ഈ മുതൽ അവിടെ നിന്നാണ്. സത്യത്തിൽ
സത്യത്തിൽ ഞാൻ ഈ രാധാകൃഷ്ണന്റെ സംസാരം കേൾക്കുമ്പോൾ എപ്പോഴും സത്യത്തിൽ ഇദ്ദേഹം ഒരു പ്രവാസിയാവേണ്ട ആളല്ല. ഏതെങ്കിലും ഒരു നല്ല തറവാട്ടില് വിദ്യാണ് ഒരു നല്ല ചാരകസാലയൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ട് പറ്റും ഫ്രണ്ടിൽ ഒരു ആനയൊക്കെ നിർത്തിക്കോട്ടെ, എന്നിട്ട് കുറച്ച് മുറുക്കാനും ഇവരവരുടെ ദാരിദ്ര്യം വേണമെങ്കിൽ ആവാം, എന്നിട്ട് ബാല്യക്കാരൊക്കെ ആയിട്ട് ഒരു പ്രത്യേക രീതിയിൽ ഒരു തറവാടിന്റെ മുറ്റത്ത് അങ്ങോട്ട് ഇരുത്താൻ കൊള്ളാവുന്ന ഒരു പ്രഭയുള്ള വല്ലാണ്ട് അതല്ല അദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ അവിടെയുള്ളവർ അവിടെ നിർത്തുന്നില്ല, ഇവിടെയുള്ളവർ ഇവിടെ അല്ല. പെട്ടെന്ന് ഞാൻ പ്രഭ എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ണിലൂടെ ഒരു നിർണയം പറയുന്നത് ഞാൻ കണ്ടു. കേരളവർമ്മ കോളേജിൽ പ്രഭ എന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു ആ കാലത്ത് എനിക്ക് സംശയമില്ല. കാരണം കണ്ണിലൊരു സാധനം മാറിയിട്ടുണ്ട്. ഞാൻ ആ പ്രഭയെ കുറിച്ചല്ല പറഞ്ഞത്. ചേച്ചി എന്നോട് ചോദിച്ചേക്കണേ. അപ്പോ അങ്ങനെ കണ്ടപ്പോഴൊക്കെ എനിക്ക് വല്ലാത്തൊരു ഗ്രേസ് തോന്നിയിട്ടുള്ള ആളാണ്. ഒരുപാട് ഇൻട്രൊഡക്ഷൻസ് പലപ്പോഴും സ്വാഭാവികമായി നമ്മൾ ചെല്ലുന്ന സ്ഥലങ്ങളിൽ നമ്മളെ ക്ഷണിക്കുമ്പോൾ അവതരിപ്പിക്കുന്ന ആൾക്കാർ പറയാറുണ്ട്. ഇന്ന് ഞാൻ ഇതിന് മുൻപൊരു ചടങ്ങിൽ പങ്കെടുത്തിട്ട് തന്നെയാണ് വരുന്നത്, അതുകൊണ്ടാണ് എനിക്ക് താമസിച്ചത്. പക്ഷേ എൻ്റെ ഈ ഒരു മൊത്തം എൻ്റെ ഒരു കരിയർ എടുത്താൽ ഇതുപോലത്തെ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ സ്റ്റേജിലേക്ക് വന്നിട്ടുള്ളത്. അതിനെനിക്കൊരു വലിയ സന്തോഷമുണ്ട്. കാരണം വാക്കുകൾ നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന പലരെയും നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ അർത്ഥവത്തെ ഉപയോഗിക്കുന്നവരെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഒരു കഥ പറയുന്നത് പോലെ ഞാൻ എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്തിലൂടെ ഒരു യാത്രയ്ക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു ആ 1 മിനിറ്റ് 1.5 മിനിറ്റ് ഉള്ളത്. ആരുടെയെങ്കിലും കയ്യിൽ വീഡിയോ ഉണ്ടെങ്കിൽ അതെനിക്ക് തിരിച്ചു തരണം. ഈ ഇൻട്രൊഡക്ഷൻ മാത്രം, ഞാൻ വരുന്നത് വേണ്ടോ, ഈ ഇത് മാത്രം വല്ലപ്പോഴും ഒന്ന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ ഡൗൺ ആവുമ്പോൾ വെറുതെ ഒന്ന് കേട്ടേക്കാം. അയ്യോ വന്ന് പറഞ്ഞുതരാം, യാത്ര സഹിക്കണോ? അപ്പോൾ ഒത്തിരി സന്തോഷം. നമ്മുടെ രമേശ് എനിക്ക് വർഷങ്ങളായി അറിയുന്ന ആളാണ്. പക്ഷെ എനിക്ക് അറിയില്ലായിരുന്നല്ലോ ഈ രമേശ് ഇത്രയും വലിയൊരു സ്ഥാനത്തിരിക്കുന്ന ആളാണ്. എനിക്കത് അറിയില്ലായിരുന്നില്ല. ഞാൻ കേരളവർമ്മയ്ക്ക് കുറച്ചുകൂടെ പ്രായമുള്ള ഒരു ഇപ്പം കാലക്ഷേത്ര വർഷമാവും. ഇല്ലില്ല, ഞാൻ ഉദ്ദേശിച്ചത് കുറച്ച് പക്വത കൂടിയ ഹിന്ദു വേണ്ട അനുഭവം എന്താ പറയുക വാക്ക്. അപ്പൊ അങ്ങനെയൊക്കെ ഒരാളെയാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഇതൊരുമാതിരി വെറുതെ കോളേജിൽ പഠിക്കുന്ന ഒരു ചെക്കനെ പിടിച്ചിട്ട് ഇതിന്റെ ഉത്തരവാദിത്തങ്ങളിലേക്ക് എത്തിക്കുന്നു. അതും എത്ര 2 വർഷം 3 വർഷം 3 വർഷം മുമ്പേ നിങ്ങളിങ്ങനായി. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് യാത്രകൾ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ ഇനിയും ലഭിക്കാനുണ്ട്. അതിന് കഴിവുള്ള ആളാണ്. പലപ്പോഴും ഞാൻ രമേശിനെ ആദ്യമായിട്ട് ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ ചർച്ചയിൽ അദ്ദേഹത്തിൻ്റെ ചില വാക്കുവാദങ്ങളാണ്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതുമൊക്കെ. അന്ന് മുതൽ സൗഹൃദങ്ങളുള്ള ആളാണ്. അപ്പോൾ ഇന്ന് എന്നെ ഓർത്ത് ക്ഷണിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കമ്മിറ്റി വളരെ ശക്തമാണെന്ന് എനിക്ക് മനസ്സിലായി. സ്വാഭാവികമായി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് ഒരല്പം മയക്കത്തിൻ്റെ സാധ്യതയുള്ളൊരു സമയത്ത് അല്പസമയം നിങ്ങൾ എനിക്ക് വേണ്ടി ഇരുന്നതിൽ വലിയ സന്തോഷം. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ അസോസിയേഷൻ്റെ ഈ പേരിൽ സാധാരണ ഒരാൾ ഇടാൻ മടിക്കുന്ന ഒരു വാക്കാണ് ഈ ഓൾഡ് എന്നൊരു വാക്കാണ്. ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷനാണ്. പക്ഷേ വെറുതെ അതിനൊരു അർത്ഥമില്ലാത്ത തരത്തിലാണ് നിങ്ങളുടെ പ്രവർത്തനം. നിങ്ങൾക്ക് പ്രായമാവുന്നില്ല. അപ്പോൾ ആ വാക്ക് മാത്രം നമുക്ക് അവിടെ ഫ്രീസ് ചെയ്ത് വെക്കാം. ബാക്കിയെല്ലാം അഭിമാനത്തോടെ നിൽക്കാൻ, ശക്തിയോടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിയട്ടെ. മനോജ് ചേട്ടൻ ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞു ഞാനും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരണം, നമുക്ക് ഒരുമിച്ച് പോകണം. മനോജ് ചേട്ടൻ്റെ 5ഓളം സിനിമകളിൽ ഞാൻ അഭിനയിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. വീണ്ടും മനോജ് ചേട്ടനൊപ്പം അടുത്തൊരു വർഷം കൂടി ഞങ്ങൾ സിനിമ ചെയ്യുന്നു. സാധാരണ ഈ സിനിമ ചെയ്യാൻ പലപ്പോഴും ഇവിടുന്ന് പലപ്പോഴും അങ്ങോട്ടേക്ക് ആൾക്കാർ വരാറുണ്ട്, പണം കൊണ്ട് വരാറുണ്ട്, ആഗ്രഹങ്ങൾ കൊണ്ട് വരാറുണ്ട്. പലപ്പോഴും അവരെ കബളിപ്പിക്കപ്പെട്ട് പോകാറുണ്ട്. അവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ധാരണക്കുറവുണ്ട്. പക്ഷെ അങ്ങനെ ഒന്നുമല്ലാത്ത ഒരു തൃശ്ശൂരുകാരനാണ് മനോജ് ചേട്ടൻ. കാരണം അദ്ദേഹം ചെയ്ത എല്ലാ സിനിമകളിലും അദ്ദേഹത്തിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പോയിന്റ് ഇല്ലാത്ത ഒരു സിനിമയും അദ്ദേഹം ചെയ്തിട്ടില്ല എന്നുള്ളത് ഏറ്റവും
സിനിമയ്ക്ക് അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നിലയിലും അദ്ദേഹം ചെയ്ത സിനിമകൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്. അതൊരു പക്ഷേ കേരളവർമ്മ പോലുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് അനുഭവങ്ങളാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഏതെങ്കിലും ഒരു കലാപ്രസക്തിയുള്ള അല്ലെങ്കിൽ തെയ്യം കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാസർഗോഡിന്റെ ചില പ്രശ്നങ്ങൾ പറയുന്ന വളരെ സോളിഡായ സബ്ജക്ട്സിലാണ് അദ്ദേഹം എപ്പോഴും സിനിമകളിൽ ലാൻഡ് ചെയ്യുന്നു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു കേരളത്തിനോടുള്ള ഒരു വലിയ എന്താ പറയുക ധർമ്മമായിട്ട് അദ്ദേഹം എടുത്ത് മുമ്പോട്ടേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ യാത്രകളിൽ ഇനിയും ഉണ്ടാവട്ടെ. അപ്പോൾ 10 ദിവസം കൊണ്ട് ഓണം അവസാനിപ്പിക്കുന്നതാണ്. 10ാം മാസമായിട്ടോ, പക്ഷെ അവസാനിപ്പിക്കരുത്. അതുകൊണ്ടാണല്ലോ നമുക്കൊക്കെ ഇങ്ങനെ വരാൻ വീണ്ടും പറ്റുക. അപ്പോൾ ഇനി പുതിയ കമ്മിറ്റി വരുമ്പോൾ ദയവ് ചെയ്ത് കുറച്ചും കൂടെ നേരത്തെ എന്നെ തന്നെ വിളിക്കുക. കാരണം ഈ ഇൻട്രൊഡക്ഷൻ കേൾക്കുന്ന ആഗ്രഹമാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി സന്തോഷം. താങ്ക് യു സോ മച്ച്. സന്തോഷത്തിൻ്റെ സമൃദ്ധിയുടെ ഓണമാവട്ടെ. ഒപ്പം ക്രിസ്മസിൻ്റെ അഡ്വാൻസ് ആശംസകൾ. താങ്ക് യു. നിങ്ങൾ പറഞ്ഞില്ലേ ഈ 10ാം മാസമായി. 10ാം മാസത്തിൽ ശരിക്കും എല്ലാം അവസാനിക്കേണ്ടതാണ്. ബീങ് എ സുവോളജി സ്റ്റുഡൻറ്റ് എനിക്ക് അത്രയും പറയാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഈ എവിടെയെല്ലാം ഞങ്ങൾ ഓൾഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടോ, SKUCയുടെ തൊട്ടപ്പുറത്ത് ഓൾഡ് എന്ന് എഴുതി വെച്ചിരിക്കും ഞങ്ങൾ. പക്ഷെ എത്ര കണ്ട് ഓൾഡ് എഴുതി വെച്ചാലും ഞങ്ങളിലെ കൗമാര യൗവനങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്നതാണ് വാസ്തവം. Now, please allow me to invite Honorable Chief Guest, Dr. Manoj Govindan. ആദ്യം തന്നെ എല്ലാവർക്കും ഓണാശംസകൾ. കലാലയത്തിൽ വിജയിച്ച ജീവിതം, ഉദ്യാന ഭംഗി പുണർന്നൊരു ജീവിതം, ലീലകളിൽ ലീനമായി ജീവിതം, മാലറിയാത്തൊരാ കോളേജ് ജീവിതം, കഷ്ടം ഇനി എത്ര പൊട്ടിക്കരഞ്ഞാലും, കഷ്ടം ഇനിയത്ര പൊട്ടിക്കരഞ്ഞാലും കിട്ടില്ല കിട്ടില്ല പോയിപ്പോയ നാളുകൾ. എൻ്റെ പ്രിയ സുഹൃത്ത് രാധുവിനെ 38 വർഷത്തിന് ശേഷമാണ് ഇന്നലെ കണ്ടുമുട്ടുന്നത്. പക്ഷെ ഈ നീണ്ട കാലയളവില് 38 വർഷത്തിന്റെ നീണ്ട കാലയളവില് രാധു എന്ന മഹാനുഭാവുവിന്റെ ഉയർച്ച ഒരുപാട് നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളതാണ്. മനോജ് സംഭവം കേരളോടെയാണ്. നീ അങ്ങനെയൊക്കെ പറഞ്ഞാൽ വരെ വരും. ശരി, ഒരിക്കലും മറച്ചു വെച്ചിട്ട് കാര്യമില്ല, അത് പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് സത്യം വിളിച്ചു പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. രാധു പറഞ്ഞത് ശരിയാണ്. ഞാനന്ന് മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ രാധു അന്ന് ഇലക്ഷന് ജയിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലെത്തി. രാധു ഏത് പ്രത്യയശാസ്ത്രത്തിന്റെ പേരിലാണോ അന്ന് മത്സരിച്ചത്, ആ പ്രത്യയശാസ്ത്രം സ്വീകരിച്ചുകൊണ്ട് ഞാൻ പിന്നെ കോളേജുകളിൽ മത്സരിച്ചു. പിന്നെ KSEBയിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആയിരുന്നപ്പോൾ ആ പ്രത്യയശാസ്ത്രത്തിന്റെ സംസ്ഥാനത്തെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പിന്നെ അതിനുശേഷം അടുത്തൊരു ഭരണമാറ്റം ഉണ്ടായപ്പോഴാണ്, കാരണം KSEBയിൽ രാഷ്ട്രീയം ഭയങ്കരമായിട്ട് പൊള്യൂട്ടഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഭരണമാറ്റം ഉണ്ടായപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ അവിടെ നിന്നിട്ട് കാര്യമില്ല, എന്നെ വല്ല മൂലമറ്റത്തേക്കോ മറ്റോ സ്ഥലം മാറ്റുന്ന മനസ്സിലായപ്പോഴാണ് ഞാൻ പ്രവാസ ലോകത്തേക്ക് വണ്ടി കയറിയത്. ഇവിടെ എത്തിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതാണ് എൻ്റെ കർമ്മഭൂമി. ഞാൻ ഇതുവരെ കണ്ടതൊന്നും എൻ്റെ കർമ്മഭൂമി ആയിരുന്നില്ല, അത് വിഷലിപ്തമായ രാഷ്ട്രീയ വിഷലിപ്തമായ മറ്റെന്തോ ആയിരുന്നു എന്ന് ഇവിടെ വന്നപ്പോൾ മനസ്സിലായി. കുറച്ച് കഴിഞ്ഞപ്പോൾ, കുറച്ച് പൈസ ആയപ്പോഴാണ് എനിക്ക് തോന്നിയത് പണ്ട് കേരളോർമ്മയിൽ പഠിക്കുന്ന കാലത്ത് പോലും നാടകം എൻ്റെ ഒരു ഫലമായിരുന്നു. സംസ്ഥാന നാടകോത്സവത്തിൽ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് ചെമ്പകരാമൻ എന്ന് പറയുന്ന നാടകത്തിൽ എനിക്ക് ലഭിക്കുന്നുണ്ടായി. പക്ഷേ അന്നൊന്നും ഒരു സിനിമ സ്വപ്നം കാണാൻ പോലും എനിക്ക് ആവുന്നുണ്ടായിരുന്നില്ല. കാരണം വിശപ്പിന്റെ വിളിയായിരുന്നു അന്ന് ഏറ്റവും വലുതായിട്ടുണ്ടായിരുന്നത്. സിനിമയെക്കുറിച്ച്, ഒരു ടെലിഫിലിമിനെ കുറിച്ച് പോലും ആലോചിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഉദയനാട് താരത്തിലെ ശ്രീനിവാസന്റെ ക്യാരക്ടർ പല സംവിധായകരുടെ വീടുകളിൽ പോയി അഭിനയിക്കാൻ ഒരു ചാൻസ് ചോദിക്കുന്നത് പോലെ ഞാൻ അന്നത്തെ പ്രശസ്ത സംവിധായകരായിട്ടുള്ള ഭരതൻ, ജയരാജ്, പത്മരാജൻ തുടങ്ങിയ ഒരുപാട് പേരുടെ വീടുകളിലെ കോളിംഗ് ബെൽ എൻ്റെ
വിരൽ സ്പർശനം നടന്നിട്ടുള്ളതാണ്. പിന്നീട് അന്ന് ഞാൻ ചാൻസ് ചോദിച്ച് നടന്ന ആ ജയരാജ് അദ്ദേഹത്തിന്റെ 3 സിനിമകൾ നിർമ്മിക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാല് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഇൻ ദിസ് വേൾഡ്. നമ്മളൊരു പാഷൻ ഉണ്ടെങ്കിൽ, ഡെഡിക്കേഷൻ ഉണ്ടെങ്കിൽ, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ആ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ കഴിയും. നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി ജീവിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം നമുക്ക് വേണ്ടി ജീവിക്കണം. നമ്മുടെ ആഗ്രഹങ്ങളെ സഫലീകരിക്കാനായിട്ട് ജീവിക്കണം. എൻ്റെ യാത്ര, എൻ്റെ ജീവിതം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. ഒരുപക്ഷെ 14 സിനിമകൾ ഞാൻ 3 വർഷം കാലയളവിനുള്ളിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് ആ സിനിമകൾ ചിലപ്പോൾ അറിയില്ലായിരിക്കും. പക്ഷെ ശ്രീ കൈലാഷ് പറഞ്ഞതുപോലെ കൈലാഷിന്റെ 5 സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായിട്ടുള്ള ജയരാജ്, തിളക്കം, പിന്നെ ജോണി വാക്കർ തുടങ്ങിയ സിനിമകൾ എടുത്തിട്ടുള്ള ജയരാജ് അദ്ദേഹം 3 സിനിമകൾ, എൻ്റെ 3 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് നത്തിങ് ഈസ് ഇമ്പോസിബിൾ. നമ്മൾ നമുക്ക് വേണ്ടി ജീവിക്കുക. ഞാൻ കേരളവർമ്മയുടെ സന്തതിയാണ്. ഞാൻ കേരളവർമ്മയുടെ ചൂടും ചൂരും അറിയുന്ന വ്യക്തിയാണ്. കാരണം എൻ്റെ വീട് കേരളവർമ്മ കോളേജിന്റെ 100 മീറ്റർ അകലെയാണ്. അവിടെ ഒരു ജൈവിളി കേട്ടാൽ എനിക്ക് എൻ്റെ വീട്ടിലിരുന്ന് കേൾക്കാൻ പറ്റും. അത്രത്തോളം ഹൃദയ സ്പർശിയാണ് ഞാനും കേരളവർമ്മയും തമ്മിലുള്ളത്. എന്തായാലും ഇവിടെ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ ഒരു അവസരം തന്നത് നമ്മളുടെ കമ്മിറ്റിക്കാരും പിന്നെ എൻ്റെ പ്രിയ സുഹൃത്ത് രാധാകൃഷ്ണനുമാണ്. അതിന് എൻ്റെ സുഹൃത്തിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു. രാധാ, ജയ് കേരളവർമ്മ. നീ എന്ത് പറഞ്ഞാലും അന്ന് എന്നെ തോൽപ്പിച്ചത് ഞാൻ മറക്കില്ല. പ്രിയപ്പെട്ട കൈലാഷിനുള്ള മെമന്റോ പ്രസിഡന്റ് സമ്മാനിക്കുന്നു. കേരളവർമ്മയോട് ഇത്രയ്ക്കധികം അഭിനിവേശം നിങ്ങൾക്കുണ്ട് എന്ന് ഞങ്ങളെ അറിയിച്ചതിലുള്ള നന്ദി. പ്രിയപ്പെട്ട മനോജിനുള്ള സ്നേഹ മെമന്റോ ജനറൽ സെക്രട്ടറി സമ്മാനിക്കുന്നു. വോട്ട് ഓഫ് താങ്ക്സ് ട്രഷറർ സതീഷ്. എല്ലാവർക്കും ഓണാശംസകൾ. എനിക്ക് നന്ദി പറയാൻ മെയിനായിട്ട് നമ്മുടെ സ്പോൺസേഴ്സിനോടാണ്. വെരി ബിഗ് താങ്ക് യു ടു ദ സ്പോൺസേഴ്സ്. പിന്നെ എല്ലാ കൺവീനേഴ്സ്, ജോയിൻറ്റ് കൺവീനേഴ്സ്, ഇത് കോർഡിനേറ്റ് ചെയ്യാൻ സഹായിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ താങ്ക് യു വെരി മച്ച്.